ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് അമ്പലത്തിലേക്ക് പോയി വന്നാലോ? അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആര്യങ്കാവ് അമ്പലത്തിലേക്കാണ്. അപ്പോൾ കൂത്ത് തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 16 ദിവസമാണ്. അപ്പോൾ നമ്മളിവിടുന്ന് അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് നിന്ന് കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന കണിക്കൊന്നമരം അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഗോപും മാത്രമല്ല കേട്ടോ, അമ്മയുണ്ട്, അതുപോലെ തന്നെ അമ്മമ്മയുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അമ്മമ്മയ്ക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത് കേട്ടോ. അത് മാത്രമല്ല, പൂരത്തിൻ്റെ അന്ന് പിന്നെ അമ്മമ്മ വരില്ല കേട്ടോ, അമ്പലത്തേക്കൊന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ അന്നേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കൊക്കെ അല്ലേ. അപ്പം നമ്മൾ അതിന് മുന്നേ ഒന്ന് വന്നിട്ട് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കൊടുന്നത്. അങ്ങനത്തെ ഞങ്ങളവിടെ അവർ തൊഴുന്നൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും അതിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവരെ തൊഴുത് കയറി വന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ പോകുന്നത് എവിടേക്ക് വെച്ചെങ്കിൽ പിന്നെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ച് പോയതാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കയറിയിരുന്നത് ഈ ഒരു കടയിലായിരുന്നു. നമ്മളവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ അമ്മമ്മയും വാങ്ങിയത് ചായ ആയിരുന്നു കേട്ടോ. ചായ അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ ആയിരുന്നു. ഞാനും ഗോപും വാങ്ങിയത് പാനിപൂരി ആയിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഇത് വാങ്ങുക കഴിക്കുക എന്തൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷെ നമ്മളിത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വാങ്ങിയെന്ന് മാത്രം. അങ്ങനെ നമ്മളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ വിചാരിച്ചു പിന്നെ കടകളൊക്കെ ഒന്ന് ആദ്യം കയറുന്നത് പിന്നെ കമ്മലിൻ്റെ കടയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളിത് എല്ലാ കടകളിൽ നിന്ന് പോയിട്ട് എത്തി നോക്കിയിട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് ഈ ഒരു എന്താ പറയുക, ഈ യന്ത്രഊഞ്ഞാൽ അതുപോലെ തോണി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പരമാവധി ഇതിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും അവിടെ ചെറിയ ചെറിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടും ഓരോന്ന് നോക്കി കണ്ടിട്ടും നമ്മുടെ കുറേ സമയം അവിടെ പോയിട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് ഐസ്ക്രീം വാങ്ങാനായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നാളെക്കുമ്പാടെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കോണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും കഴിച്ചത് വാനിലായിരുന്നു, ഗോപും അമ്മയും ചോക്ലേറ്റ് വാങ്ങി. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വന്ന് ഈ ഒരു കടയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു. ഇപ്പോൾ ഏതെടുത്താലും 30 രൂപ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കണക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മയും അമ്മയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കയറി നമ്മൾ ഈ ഒരു പൊരിക്കടയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പൊരി വാങ്ങണ്ടോ നമ്മൾ പോകണു. അങ്ങനെ നമ്മളവിടുന്ന് പൊരി മുറുക്കൊക്കെ വാങ്ങി. അപ്പോൾ തന്നെ സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും ഒന്ന് റൗണ്ടേഴ്സ് നടന്നിട്ടുള്ള ദിവസമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വ്ളോഗിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ.